ലൈംഗിക പീഡന കേസിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ വിശുദ്ധനല്ലെന്നും 2025 ഏപ്രിൽ മാസത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃഷ്ണകുമാറിനെതിരായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. പാലക്കാട് എസ്.പി. ഓഫീസിൽ ഇപ്പോഴും അന്വേഷണം നടന്നു വരികയാണെന്നും സന്ദീപ് വാര്യർ കാസർഗോഡ് പറഞ്ഞു. കൃഷ്ണകുമാർ കേരള ബ്രിഡ്ജ് ഭൂഷണാണെന്നും പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് ബി.ജെ.പി. നേതാക്കളായ ശോഭാ സുരേന്ദ്രനും എം.ടി. രമേശിനും അറിയാമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കൃഷ്ണകുമാറിന് എതിരെ പോലീസ് ക്രിമിനൽ കേസെടുക്കാൻ തയ്യാറാകണമെന്നും ഡി.സി.സി. ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടി രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറയുന്നത് പോലെ കൺവിൻസ് ചെയ്യാൻ കഴിയാതെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കാണോ നിങ്ങൾ മുഖവില കൊടുക്കുന്നത്? അതോ നിയമം പഠിച്ച് തനിക്ക് പോരാടാൻ വേണ്ടി നിയമം പഠിച്ച് അഭിഭാഷകയായി തീർന്ന കേരളത്തിലെ മുഴുവൻ അതിജീവിതകൾക്കും ഒരു മാതൃകയായി തീർന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയാണോ നിങ്ങൾ? കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും നേരെ നല്ല ആക്രമണം നടന്ന് ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ് തീരെ വയ്യാതിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുക്കുന്ന വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ്.